റോന്ത് സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പടത്തിൽ എടുത്ത് കാട്ടിക്കുന്നത്. അതിൽ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗംഭീരമാണ്. നമ്മുടെ ദിലീഷ് പോത്തനും അതേപോലെ തന്നെ റോഷൻ മാത്യു രണ്ടുപേരും കലക്കനായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഇവരുടെ ഒരു പോലീസ് റോളാണ് ഈ പടത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ പടം ആ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. അത് നല്ല രസമായിട്ട് കൊണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ അതൊക്കെ തിയേറ്ററിൽ കാണാവുന്ന ഒരു സംഭവമുണ്ട്. എന്തായാലും ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എങ്ങനെ കുറച്ച് നേരം ചിലവഴിക്കുമോ അതേപോലെ തന്നെ എന്തായാലും നടന്നിട്ടുണ്ട്. പിന്നെ നൈറ്റ് പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പടത്തിന് ധൈര്യമായിട്ട് കയറാം. വളരെ ഇമോഷണലി ഹോണ്ടിങ് ആണ്. നമുക്ക് ഒന്നാമത് ഈ സിനിമ കാണുന്ന കൂടുതൽ പേരും ഈ ഷാഹി കബീർ എന്നുള്ള ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഡയറക്ടറുടെ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടിട്ടാണ് വരുന്നത്. അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്ത പോലെ അതിശക്തമായ ഒരു പോലീസ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ റിയാലിറ്റി ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലേക്ക് പോലീസുകാർ എങ്ങനെയാണ് ഇടപെടുന്നതെന്നും പിന്നെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫും അവരുടെ ഈ പ്രൊഫഷണൽ ലൈഫും തമ്മിലുള്ള ആ ഒരു കണക്ഷനും അതിഗംഭീരമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ വന്നു പോയിരിക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു 20 മിനിറ്റ് ഭയങ്കര ഇമോഷണലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അങ്ങനെ സിനിമാറ്റിക് ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ. ഞാനതി ഉണ്ടെന്ന് പറ കൊള്ളായെന്ന് പറ. നല്ല പടമാണ്. ഷാഹി സാറിൻ്റെ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഇതിൽ റോഷൻ മാത്യുവിൻ്റെ അമ്മയാണ് ഞാൻ. സാറിൻ്റെ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയ സന്തോഷത്തിൽ തന്നെയാണ്. ഇനിയും സാറിൻ്റെ പടത്തിൽ നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, അതാണ് എൻ്റെ പ്രാർത്ഥന. പോലീസുകാരുടെ ലൈഫ് എങ്ങനെയാണ്, ഒരു രാത്രി എങ്ങനെയാണ് അവർ കഴിച്ചു കൂട്ടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവരുടെ ലൈഫിനെ കാണിച്ചു തന്നിട്ടുണ്ട്. അവരെന്തൊക്കെ കാണുന്നു ലൈഫിൽ നിന്നുള്ള ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ മൈൻഡിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നടക്കം ഉണ്ട് അതിനകത്ത്. അതിന് നല്ല മൂവിയാണ്. ഷാഹിയുടെ പാർട്ട് നല്ല മൂവിയാണ്. ഇപ്പോഴത്തെ ഷോയിലെ റെസ്പോൺസിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇന്നത്തെ ബാക്കി ഷോസൊക്കെ കഴിയട്ടെ, എപ്പോഴല്ലേ നമുക്ക് കാര്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, ടീമിലെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ജനറൽ ഓഡിയൻസസ് കാണുന്നത്. എനിക്ക് പേഴ്സണലി ഷാഹി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വർക്കുകളുടെ ഒരെണ്ണമാണ്. ഞാൻ ഭാഗമായിട്ടുള്ളൊരു സിനിമയിൽ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു ഓക്വേർഡ്നെസ് ഉണ്ട്. പക്ഷേ ഷാഹിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സന്തോഷം കൂടുതൽ. താങ്ക് യു, സന്തോഷം. ഞാനതിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയതിലും ഷായിക്ക് ഇതിൽ വിളിച്ചതിലും എല്ലാത്തിലും ഭയങ്കര സന്തോഷം. ഓഫീസറിലുണ്ടായിരുന്നു, ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഷായിക്കിൻ്റെ തന്നെ നെക്സ്റ്റ് മൂവിയായ റോന്തിലും ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇത് ഒരു ടിപ്പിക്കൽ പ്രൊസീജറൽ ഫിലിം അല്ലല്ലോ. ഇത് പോലീസുകാരുടെ ജീവിതത്തിലെ കുറേ സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഇറ്റ് ലീവ്സ് യു വിത്ത് സം ഇൻറ്റൻസ് ഫീലിങ്സ്. ഇപ്പോൾ പ്രോസസ്സ് ചെയ്തിട്ടില്ല മുഴുവൻ, എല്ലാം ക്ലിയർ ആയിട്ട് പറയാൻ അറിയില്ല. ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് ഫിലിം. പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്.